ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. ഇപ്പോഴേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് കൂട്ടുകാർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ സ്രാവൊന്നും ഇപ്പോൾ വരുന്നില്ലേ ഒന്നും. നമ്മുടെ കൂട്ടുകാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്രാവ് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല കേട്ടോ. സംഭവം എന്താന്ന് പറഞ്ഞാൽ, സ്രാവിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി മുതൽ മാക്സിമം ഒരു മാർച്ച് വരെ. ഇതിനകത്ത് ഏതെങ്കിലും മട്ടുപണിക്ക് പോകുന്ന വള്ളക്കാർക്ക് ഒന്ന് കിട്ടിയാൽ കിട്ടി. പക്ഷേ ഇപ്രാവശ്യം 2 കിട്ടിയ വള്ളക്കാരുണ്ട്, 3 കിട്ടിയ വള്ളക്കാരുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 സ്രാവ് അടുപ്പിച്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം എല്ലാ സ്രാവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷവും ജനുവരി മുതൽ ഏകദേശം മാർച്ച് വരെ ഒരു 10-11 സ്രാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതെല്ലാം അച്ചിനി സ്രാവുകൾ തന്നെയാണ്. അതിൽ 1-2 വെറൈറ്റി സ്രാവുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഊളി സ്രാവ്, നരിപ്പല്ലൻ സ്രാവ്, എലി സ്രാവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1-2 സ്രാവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഒരു സംശയം മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ കുട്ടിച്ചൂര വരുന്നത് പോലെയും കണ്ണൻകുഴിയാള വരുന്നത് പോലെ, ഇല്ല അയല വരുന്ന ചാള വരുന്നത് പോലെയൊക്കെ ഒന്നും സ്രാവ് മീനൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ ഒരു ചൂട് സമയങ്ങളിൽ മാത്രം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എല്ലാ വർഷവും വരുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതലും വരാം, കുറച്ചും വരാം, ഒന്നും തന്നെ നമുക്ക് കാൽക്കുലേറ്റ് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു സ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മുടെ ഗിൽബർട്ടിയറിൻ്റെ വെള്ളത്തിൽ വന്ന സ്രാവാണ്. ഏകദേശം ഈ പറയുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ ആൾക്കാർ പലതും പറയാറുണ്ട്, 350-400 kg അങ്ങനെയൊക്കെ പലതും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്രാവിന് ലേലത്തിലെടുക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും 275, 300, 350 ആ ഒരു കണക്കേ പറയത്തുള്ളൂ. ഏതായാലും ഒരു 400 kg ഒന്നും അവർ പറയാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗിൽബർട്ടിയറിൻ്റെ വെള്ളത്തിൽ വന്ന ഈ ഒരു അച്ചിനി സ്രാവിൻ്റെ അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 89,000 രൂപയ്ക്ക് ലേലം പോയ സ്രാവാണ്. അപ്പോൾ ഈ സ്രാവിനെ പ്രധാനമായിട്ടും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിക്കാർ ഇവിടെ ഇല്ല. ഞാൻ പല സ്രാവിൻ്റെ വീഡിയോസിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീണ്ടും കമൻറ്റ് താഴെ വന്നിട്ട് ഇനിയും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇത് ഇത്രയൊക്കെ വില പോകാനായിട്ട് കാര്യം എന്താണെന്നൊക്കെ വീണ്ടും ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു മടുത്തായി. പക്ഷേ ഇതിൻ്റെ ഈ സ്രാവിൻ്റെ മീറ്റിനൊക്കെ വലിയ വിലയൊന്നും കാണത്തില്ല. ഇതിൻ്റെ പറക്ക്, ചിറകുകൾ എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ പലതരത്തിലുള്ള മെഡിസിന്, അതുപോലെ സൂപ്പുകൾ, പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ എടുത്തുകൊണ്ട് പലതരത്തിലുള്ള നമ്മുടെ ആഡംബര വസ്തുക്കൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പല്ലെടുത്ത് അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അറിഞ്ഞിടാത്ത കൂട്ടുകാരൊക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഏകദേശം ഒരു 350-375 kg ഒക്കെ വരുന്ന ഈ സ്രാവിനെ എത്ര ആൾക്കാരാണ് വലിച്ച് നമ്മുടെ വണ്ടിയിൽ കയറ്റിയെന്ന് നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ സ്രാവിനെ എടുത്തത് നമ്മുടെ വിഴിഞ്ഞത്തെ ജിയോ മറൈൻ കമ്പനിയാണ്. അപ്പോൾ പുള്ളി തന്നെയാണ് വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്രാവശ്യം വന്ന ഏറ്റവും കൂടുതൽ സ്രാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1-2 പ്രാവശ്യം സ്രാവ് കൊണ്ടുവന്ന വള്ളക്കാരുമായിട്ട് ഈ നമ്മുടെ ഈ കമ്പനിക്കാരുമായിട്ടുള്ള ചെറിയൊരു പിണക്കം കാരണം നമ്മുടെ ജോർജ് തന്നെയാണ് ആ സ്രാവിനെ പുള്ളിയുടെ വണ്ടി കയറ്റി മെയിൻ കമ്പനി കൊണ്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒരു സംശയവും കാര്യങ്ങളൊക്കെ മാറിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും നമ്മുടെ കൂട്ടുകാർ ഈ 2026 ഈ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള ഈ സ്രാവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയൊന്നും വേണ്ട. പറ്റുകയാണെങ്കിൽ ഇനി അടുത്ത വർഷം 2027 ജനുവരി മുതൽ ഒരു മാർച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയങ്ങളിൽ ഈ പറയുന്ന ഐറ്റങ്ങളൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നതൊക്കെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സീസൺ ടൈമാണ്. ആ സമയം ഈ സ്രാവ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. വേറെ വെറൈറ്റി ഒരുപാട് മീനൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടൈം കൂടെയാണ്.